അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനുഷ്യരെ ചേർത്തു നടത്തുന്ന ഉസ്താദിൻ്റെ കേരള യാത്രയ്ക്ക് അഭിവാദനങ്ങളേകുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ, സമരസാഹിത്യങ്ങളുടെ ഓർമ്മയുടെ തിരൂരിൻ്റെ മണ്ണിൽ മാനുഷിക സാഹോദര്യത്തിൻ്റെ തിളക്കം പുതുക്കുകയാണ് നാം. ഈ മനുഷ്യർക്കൊപ്പം കേരള യാത്രയിലൂടെ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് ലോകത്തോട് കൽപ്പിച്ച അതുല്യമായ സാഹിത്യഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ദൃഢതയോടെ ആവശ്യപ്പെട്ട പ്രധാന വസ്തുതയാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുക. ലോകത്ത് മനുഷ്യരെ തൊട്ട പിൽക്കാലത്ത് വന്ന എല്ലാ സാഹിത്യ രചനകൾക്കും ആവേശമാകാൻ ഖുർആൻ്റെ ഈ നിലപാട് സഹായിച്ചിട്ടുണ്ട്. വായിക്കുക. എന്താണ് വായന നിർവഹിച്ച ദൗത്യം എന്ന് നാം ആലോചിക്കുകയാണ്. വായന മനുഷ്യനെ അവനിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നോക്കൂ, നാം തിരൂരിൻ്റെ മണ്ണിൽ നിന്ന് വായനയെപ്പറ്റി, അക്ഷരങ്ങളെപ്പറ്റി, സാഹിത്യത്തെപ്പറ്റി ആലോചിക്കുക വളരെ പ്രധാനമാണ്. വാഗൺ കൂട്ടക്കൊലയുടെ സമരസാഹിത്യങ്ങളുടെ സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങളുടെ മണ്ണാണിത്. ഏറെ നാട്ടിൻ ധീരമക്കൾ എന്ന രചന നിർവഹിച്ച കമ്പളത്ത് ഗോവിന്ദൻ നായരെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അന്നിരുപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തിൽ ഒന്നു ചേർന്ന് വെള്ളയോടെതിർത്തു നല്ല മട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. ഒന്നു ചേർന്ന് അധിനിവേശത്തെ തുരുത്തിയ ഓർമ്മകളുടെ മണ്ണാണിത്. സാഹിത്യം, പടപ്പാട്ടുകൾ, അക്ഷരങ്ങൾ ചേർത്തുവെച്ച് വലിയൊരു തലമുറ നമുക്ക് തന്ന ഊർജങ്ങളെ, ആ മുദ്രാവാക്യങ്ങളെ ഓർമ്മിക്കുന്ന മണ്ണ് കൂടിയാണിത്. നോക്കൂ, എന്താണ് സാഹിത്യം? സാഹിത്യം എന്ന വാക്കിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട്. അത് സഹിതമായതാണ്, ഉൾക്കൊള്ളലിൻ്റേതാണ്, ചേർത്തു നിർത്തലിൻ്റേതാണ്. സാഹിത്യം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ്? അത് രഹിതം എന്നാണ്. അത് ഒഴിവാക്കലാണ്, അടിച്ചു തകർക്കലാണ്. നോക്കൂ, ഇന്ന് പുലർച്ചെ 1:30 ഡൽഹിയിൽ തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ രാജിൻ്റെ ക്രൂരതകൾ കണ്ട, നടുക്കുന്ന വിവരങ്ങൾ കേട്ട അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു കെട്ടിടം തകർക്കുമ്പോൾ, മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുതകൾ തകർത്ത് കളയുമ്പോൾ നഷ്ടമാകുന്നത് കൂടിപ്പുലർന്ന ഓർമ്മയുടെ ചരിത്രം കൂടിയാണ്. നോക്കൂ, എഴുത്തച്ഛൻ എന്ന വലിയ മനുഷ്യനെ ഓർമ്മിക്കുന്ന നാടുകൂടിയാണല്ലോ ഇത്. അദ്ദേഹം തൻ്റെ രചനകളിലൂടെ മുമ്പോട്ട് വെച്ച ആശയം ഏതാണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സു മോർക്കനി. ഭോഗങ്ങൾ, കേവല വികാരങ്ങൾക്ക് പിന്നാലെയുള്ള പായലുകൾ, ഇതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലമാണ്. ഇതാ ഇപ്പോൾ നഷ്ടമാകും. വേഗേന നഷ്ടമായുസ്സു മോർക്കനി, ഈ ആയുസ്സിതാ ഇപ്പോൾ നഷ്ടമായി പോകും എന്ന് നിസ്സാരതയുടെ, മൃത്യുവിൻ്റെ അടിമയായ മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആധ്യാത്മികതയുടെ തലത്തിലേക്ക് മനുഷ്യരെ ഉയർത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയിൽ വന്ന ശബ്ദാഠ്യനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഉള്ളൂർ, അദ്ദേഹം ഓർമ്മിപ്പിച്ച വാക്കും ഈ കേരള യാത്രയുടെ മണ്ണിൽ നാം ഏറ്റുപാടേണ്ടതാണ്. അദ്ദേഹം തന്നെ പ്രേമ സന്ദേശം എന്ന കവിതയിൽ മുന്നോട്ട് വെക്കുന്നത്, തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന മനുജനെ, അടുത്തു നിൽക്കുന്ന സഹോദരനെ, അനുജനെ നോക്കാൻ
കണ്ണില്ലാത്തവർക്ക് ഈശ്വരൻ അദൃശ്യനായാൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്ന് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മുഴക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞതും ഈ സന്ദേശം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയിൽ വന്ന ഗുരുവിൻ്റെ ഓർമ്മകൾ നമ്മളെപ്പോഴും ഈ മനുഷ്യർക്കൊപ്പമുള്ള സംവിധാനങ്ങളിൽ ഓർമ്മിക്കുന്നതാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് തൻ്റെ അനുകമ്പാദശകം എന്ന കവിതയിലൂടെ ഓർമ്മിപ്പിച്ചയാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഒരു കവിയായിരുന്നു. എന്താണ് കവി, ആരാണ് കവി എന്ന ചോദ്യമുണ്ട്. കവിർ മേധാവാൻ, കവി ഋഷിയാണ്. ഞാൻ ഋഷി കവിരുക്തിക്ത ഋഷിശ്ച കില ദർശനാത്, കവി ഒരു ഋഷി തുല്യനാണ് എന്നാണ് നമ്മുടെ പഴയ രചനാ പുസ്തകങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കവിക്ക് എന്താണ് ലോകത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുകൂടിയാണ് നമ്മൾ ഈ വേദിയിൽ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തൻ്റെ അനുകമ്പാദശകത്തിൽ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വരി, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുടുമ്പു താനവൻ, മരുവിൽ പ്രവഹിക്കും അമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അരുളില്ല അതെങ്കിൽ, അരുള് എന്ന് പറഞ്ഞാൽ കൃപയാണ്, കരുണയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ അരുളില്ലെങ്കിൽ, കരുണയില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ അവൻ അസ്ഥി മാത്രമാണ്, കേവലം തോൽ മാത്രമാണ്, സിര നാറുന്ന ഒരുടുമ്പു താനവൻ എന്നാണ് ഗുരു ഓർമ്മപ്പെടുത്തുന്നത്. മരുവിൽ പ്രവഹിക്കും അമ്പു, മരുഭൂമിയിൽ ഒരു ജലകണികയുടെ ആയുസ് എത്രയാണ്? മരുവിൽ പ്രവഹിക്കുന്ന, അപ്പോൾ തന്നെ നശിച്ചു പോകുന്ന ഒരു കേവല ജലത്തുള്ളി മാത്രമായി പോകും, ആർക്കും ഉപകാരമില്ലാത്തവനായി പോകും കരുണയില്ലാത്ത മനുഷ്യൻ. നിഷ്ഫലഗന്ധ പുഷ്പമാം, ഒരു സുഗന്ധവുമില്ലാത്ത, ആർക്കും ഉപകാരമില്ലാത്ത ഒരു പുഷ്പമായി, ഒരു നിഷ്ഫല ജീവിതമായി കരുണയില്ലാത്ത, കൃപയില്ലാത്ത, അരുളില്ലാത്ത മനുഷ്യൻ മാറുമെന്ന് ശ്രീനാരായണ ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യനെയും വേർതിരിച്ചു കണ്ടില്ല. അദ്ദേഹം സമൂഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അദ്ദേഹം ഒരുമിച്ച് നിൽക്കാൻ കൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇടിമുഴക്കമായി നമ്മുടെ ഈ സമൂഹത്തിൽ മുഴങ്ങണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ തുടർച്ചയിൽ വന്ന നമുക്കൊക്കെ സുപരിചിതനായ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം തൻ്റെ രചനകളിലൂടെ പറയാൻ ശ്രമിച്ചതും മനുഷ്യൻ എന്ന മഹത്തായ ആശയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയുണ്ട്. ആ കഥയിൽ ഒരാൾ അന്യദേശത്ത് ഒരാവശ്യത്തിനു വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കഴിച്ചു കഴിയുമ്പോൾ അറിയുന്നു, ആ നടുക്കുന്ന സത്യം, എൻ്റെ പേഴ്സ് പോക്കറ്റടിക്കപ്പെട്ടു പോയി. അദ്ദേഹം അവിടെ ഇരുന്ന് വിയർത്തുപോയി. എന്തു ചെയ്യും? പരിചയക്കാരുമില്ലാത്ത, ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു സമയമാണ്. അദ്ദേഹം അവിടെ നിന്ന് ആ ഹോട്ടലിൻ്റെ മുതലാളിയോട് പോയി കെഞ്ചുന്നു, എൻ്റെ കോട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ പോയി പൈസയുമായി വരാം. അദ്ദേഹം കരുണ കാണിക്കുന്നില്ല. ആ ഹോട്ടലിൻ്റെ ഉടമ അദ്ദേഹത്തോട് ഇതുപോലെ കുറേ എണ്ണത്തെ ഞങ്ങൾ കാണുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു. ആ മനുഷ്യൻ കരുണാപൂർവം ആ ഹോട്ടലിൽ കൂടിയ മനുഷ്യരെയൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ. ഒടുവിൽ ആ ഹോട്ടൽ ഉടമ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങളുടെ വസ്ത്രം അഴിക്കുക എന്നാണ്. അദ്ദേഹത്തിനോട് ഷർട്ട് ഊരാൻ പറയുന്നു. ശേഷം അദ്ദേഹത്തോട് തൻ്റെ പാൻറ് അഴിക്കാൻ പറയുന്നു. ഒടുവിൽ ഒരു വസ്ത്രം മാത്രം നിർത്തിക്കൊണ്ടിങ്ങനെ ആ മനുഷ്യനെ അപമാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കരുണയോടെ അവിടെ കൂടിയ മനുഷ്യരെ നോക്കുന്നു, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? അവരൊക്കെ ആ രംഗം ആസ്വദിക്കുകയാണ്. ഒടുവിൽ ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നു മനസ്സിൽ, ഇതാ ലോകം അവസാനിക്കാൻ പോവുകയാണ്, ആരും എന്നോടൊപ്പമില്ല, ഇതെന്തൊരു ജീവിതമാണ്, ഇതെന്തൊരു മനുഷ്യരാണ്. ഒരു മനുഷ്യൻ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ ഇതാ അവസാനിച്ചു പോവുകയാണ്. നമ്മൾ ആത്മഹത്യകളെപ്പറ്റി പത്രത്തിൽ കൃത്യമായി വായിക്കുന്നുണ്ട്. കൂടെ ചുറ്റും മനുഷ്യരുള്ളപ്പോൾ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ, ഇനി ആരുമില്ല, ഇതാ ജീവിതം അവസാനിക്കുകയാണെന്ന് ചിന്തിച്ചാണ് മനുഷ്യർ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവിടെ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അരുളുള്ളവനായി, കരുണയുള്ളവനായി തീർന്ന് മനുഷ്യരോടൊപ്പം നടക്കുക എന്ന സന്ദേശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ കഥയുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന വസ്ത്രവും അഴിച്ച് അപമാനിക്കാൻ വേണ്ടി ആ ക്രൂരരായ മനുഷ്യർ ഒരുങ്ങുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം
എത്ര രൂപയാണ് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കുന്നു. അവസാനം ആ പൈസയൊക്കെ അടച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. ആ ബഷീർ തൻ്റെ ആത്മകഥാപരമായി കഥ വിശദീകരിക്കുന്ന സമയത്ത് അവസാനം പറയുന്നുണ്ട്, ഈ കഥയിലെ കഥാപാത്രമായ മനുഷ്യൻ തന്നെ സഹായിച്ച ആ അതികായനായ ആളുടെ പിന്നാലെ പായുകയാണ്. എന്താണ്, നിങ്ങളെ എനിക്കൊന്ന് പരിചയപ്പെടണം, ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ ആ മനുഷ്യൻ ഓടുകയാണ്, തിരിഞ്ഞു നിൽക്കാതെ പോവുകയാണ്. അദ്ദേഹത്തിന് അവസാനം പേര് ചോദിക്കുമ്പോൾ പേര് പറയുന്നില്ല. അപ്പോൾ ബഷീർ എഴുതുന്ന ഒരു വാക്കുണ്ട്, എങ്കിൽ നിങ്ങളുടെ പേര് ദയവ് എന്നായിരിക്കും. അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ, അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനെ, ക്രൂരതകളുടെ ഇരയായി പോകുന്ന ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുടെ പേര് ദയവ് എന്നാണ് ബഷീർ ആ കഥയിൽ എഴുതി വെക്കുന്നുണ്ട്. അദ്ദേഹം ആ കഥയുടെ തലക്കെട്ടായി തന്നെ കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ എന്നാണ്. ഒരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ, അത് നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത് ഒരുപാട് പേർ വായിച്ച നോവലാണ്. അതിൽ ഒരു കഥാസന്ദർഭത്തിൽ കുറ്റവാളിയായ ഒരു മനുഷ്യനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പോലീസുകാർ പറയും, ഇതാ വിളക്കുകാൽ, നിങ്ങളുടെ വിളക്കുകാൽ മോഷ്ടിച്ച ഒരു മനുഷ്യനാണിത് എന്ന് പറയുമ്പോൾ, ഇതാരാണ്, ഇവനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതെൻ്റെ സഹോദരനാണ് എന്നാണ്. ആ വാക്യം ഒരു കുറ്റവാളിയായ മനുഷ്യനെയും പ്രതി ചേർക്കപ്പെടുന്ന മനുഷ്യരെയും സഹോദരനായി കാണാനുള്ള മനോഹരമായ മൂല്യമാണ് വലിയ മനുഷ്യർ, എഴുത്തിൻ്റെ ലോകത്ത് വിരാജിച്ച വലിയ മനുഷ്യർ ഈ ലോകത്തോട് പറഞ്ഞു വെച്ചത്. സാഹോദര്യം എന്ന വലിയ ആശയം. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉണർന്ന് ജീവിക്കുക. മലയാളത്തിൻ്റെ ജ്ഞാനപീഠ ജേതാവായ ONV അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിതയിൽ പറയുന്നുണ്ട്, എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി ഇന്നിനി. നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്കു മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി നീ ഉറങ്ങുക, ഞാൻ ഉണർന്നിരിക്കാം. തൻ്റെ സഹോദരനോട്, പ്രിയപ്പെട്ട മനുഷ്യരോട് നമ്മളിവിടെ ഏറ്റെടുക്കുന്ന പ്രതിജ്ഞ അതാണ്. നീ ഉറങ്ങുക, നിനക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കാം. ഹൈസ്കൂൾ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയുടെ സാരം നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഒരു നാട്ടിലെ രണ്ട് സഹോദരങ്ങൾ, അവർ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായിരുന്നു. ആ നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാവുന്ന തരത്തിലുള്ള സഹോദര സ്നേഹത്തിൻ്റെ മനോഹരമായ കഥയാണ് ആ സഹോദരങ്ങളുടെ ജീവിതം. അതിൽ ഒരാളുടെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിച്ച് അദ്ദേഹം വീട് മാറിപ്പോകുന്നു. അങ്ങനെ ആ സഹോദരങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. കാലം ഇങ്ങനെ കടന്നു പോകുന്നു. ഒരാൾക്ക് കുട്ടികളൊക്കെയുമായി അദ്ദേഹം കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരാൾ ഒറ്റത്തടിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാലത്തിൻ്റെ പ്രവാഹത്തിൽ ആ മനുഷ്യർക്ക് പരസ്പരമുള്ള കരുതലിൻ്റെ വേപതുകൊണ്ട് ആ മനുഷ്യർ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരനെ ഈ സമയത്ത് സംരക്ഷിക്കുക. അതിൽ ജ്യേഷ്ഠൻ ചിന്തിക്കുന്നു, എൻ്റെ അനുജന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ചെലവുണ്ടാകും, അതുകൊണ്ട് അവന് സമ്പത്ത് കുറച്ച് കിട്ടിയാൽ ഉപകാരമായിരിക്കുമെന്ന് ജ്യേഷ്ഠൻ വിചാരിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് തൻ്റെ പത്തായത്തിൽ നിന്ന്, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്, അന്നത്തെ കാലത്തെ പ്രധാന സമ്പാദ്യമായ നെല്ല്, വലിയ നെൽച്ചാക്കുകൾ, ഓരോ ദിവസവും തൻ്റെ പത്തായത്തിൽ നിന്ന് ഒരു നെല്ല് ചാക്കെടുത്ത് തൻ്റെ അനുജൻ്റെ വീട്ടിൽ പാടവരമ്പിലൂടെ ആരുമറിയാതെ കൊണ്ടുപോയി അവൻ്റെ പത്തായത്തിലിടുകയാണ്. ഇതേ സമയം അനുജൻ ചിന്തിക്കുന്നു, എൻ്റെ ജ്യേഷ്ഠൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയാലും സംരക്ഷിക്കാൻ ആരും വരാൻ സാധ്യതയില്ല. ആ സമയത്ത് എന്തെങ്കിലും പണമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിച്ചേക്കാം. അതുകൊണ്ട് അനുജൻ ചിന്തിക്കുന്നു, കുറച്ച് പണം ജ്യേഷ്ഠന് കൊടുക്കാം. അദ്ദേഹവും തൻ്റെ പത്തായത്തിൽ നിന്ന് ഒരു ചാക്ക് നെല്ല് എല്ലാ രാത്രിയും ജ്യേഷ്ഠൻ്റെ പത്തായത്തിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. ജ്യേഷ്ഠൻ ആരുമറിയാതെ അനുജൻ്റെ പത്തായം നിറയ്ക്കുമ്പോൾ അനുജനും അതുപോലെ ആരുമറിയാതെ ജ്യേഷ്ഠൻ്റെ പത്തായം നിറയ്ക്കുന്ന കാഴ്ച. അങ്ങനെ ഒരു ദിവസം, ഒരു രാത്രിയിൽ പാടവരമ്പിൽ വെച്ച് തലയിൽ നെൽച്ചാക്കുമേന്തി ആ ജ്യേഷ്ഠനും അനുജനും കണ്ടുമുട്ടുകയാണ്. ആ രംഗം പിൽക്കാലത്ത് ആ പ്രദേശവാസികൾ അവിടെ ഒരു ഇലാഹി ഭവനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു.
ആ ജ്യേഷ്ഠനും അനുജനും കണ്ടുമുട്ടിയ സ്ഥലമാണ് അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ മനുഷ്യരെ മാറ്റി ചിന്തിപ്പിക്കുന്ന, ഞാൻ ഇനിയും എത്രമാത്രം കരുണയുള്ളവനാകണം, ഞാൻ ഇനിയും എത്രമാത്രം എൻ്റെ സഹജീവിയോട് സ്നേഹമുള്ളവനാകണം, എങ്ങനെ സഹോദരനായി, ഏറ്റവും മികച്ച ഒരു സഹോദരനായി ഞാൻ മാറണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന രചനകളാണ് ഇതെല്ലാം. നോക്കൂ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യയശാസ്ത്രം എന്തായിരിക്കും? അവർ ചിന്തിക്കുന്നത്, അന്യ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ. ഇപ്പോൾ അവനിവനിസത്തിലേക്ക് ഉയരുകയാണ് ഓരോരുത്തരും. കരിയറിസം എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. ഞാൻ എവിടെ എത്തണം, എനിക്ക് എത്ര നേട്ടങ്ങളുണ്ടാവും, എനിക്ക് എവിടെ വിജയിക്കാൻ കഴിയും, എൻ്റെ അവസരങ്ങൾ എവിടെയാണെന്ന് അവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് അന്യ ദുഃഖങ്ങൾ, അപരൻ്റെ ദുഃഖങ്ങൾ, സഹോദരൻ്റെ ദുഃഖങ്ങൾ, അത് അപാര സമുദ്രങ്ങളാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും എൻ്റെ ദുഃഖങ്ങൾ കേവല കടൽ ശംഖുകളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന് പ്രതിജ്ഞയായി മാറാൻ ശ്രമിക്കുകയാണ് വിശ്വാസികൾ. നോക്കൂ, ആ പ്രതിജ്ഞയുള്ള വിശ്വാസികൾക്ക്, ആ പ്രതിജ്ഞയുള്ള സാന്ത്വന പ്രവർത്തകർക്ക് അവർ ചെയ്യുന്നത് ഒരു ത്യാഗമായി അനുഭവപ്പെടില്ല. അവർ ചെയ്യുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയുള്ള ജീവിത ദൗത്യമായി മാറുകയാണ്. നിങ്ങൾ നോക്കൂ, ഓ ജനങ്ങളെ എന്ന് വിളിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ വെച്ച് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു രംഗമുണ്ട്. അവിടെ ആഴമുള്ള വാക്കുകളിലൂടെ അവിടുന്ന് ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് സാഹോദര്യത്തെയാണ്, സഹോദരങ്ങളെ സംബന്ധിച്ചാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളിലെല്ലാം വലിയ വലിയ തത്വങ്ങളുണ്ട്, ആരോടാണ് ഏറ്റവും കടമയെന്ന് ചോദിച്ചാൽ മാതാവിനോട്, പിന്നെ മാതാവിനോട്, പിന്നെയും മാതാവിനോട് എന്ന് പറയുന്ന വലിയ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷേ ഇതൊക്കെ നടപ്പിലാണോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോടാണ് അറഫയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിരന്നു നിന്ന നക്ഷത്ര തുല്യരായ സ്വഹാബാക്കളുടെ ജീവിതം നമുക്ക് കാഴ്ചവെക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധഭൂമിയിലെ ചരിത്രം നമ്മൾ ഓർമ്മിക്കുന്നതാണ്. അവസാനത്തെ ദാഹം തീരാൻ വേണ്ടി വെള്ളം എന്ന് യാചിക്കുന്ന ചില സ്വഹാബാക്കൾ. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർമ്മിക്കുന്നു. അവിടുന്ന് വെള്ളം എന്ന് അവസാനത്തെ ദാഹം തീരാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുമ്പോൾ വെള്ളം കൊന്നു കൊടുക്കുന്നു. അദ്ദേഹം അത് ചുണ്ടോടടുപ്പിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് തൻ്റെ സഹോദരൻ വെള്ളത്തിനു വേണ്ടി യാചിക്കുകയാണ്. അവസാനത്തെ ദാഹമാണ്, അവസാനത്തെ ഒരിറ്റു വെള്ളത്തിനു വേണ്ടിയാണ്. പക്ഷേ തൻ്റെ സ്ഥാനം മാറ്റിവെച്ച് അന്യ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ എന്ന വലിയ ആത്മീയ പാഠം. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കൂ എന്ന് പറയുന്നു, അദ്ദേഹം തൻ്റെ മറ്റേ സഹോദരന് കൊടുക്കൂ എന്ന് പറയുന്നു. ഒടുവിൽ ഒരാളും വെള്ളം ചുണ്ടോടടുപ്പിക്കാതെ മരിച്ചു പോകുന്ന മനോഹരമായ പാഠം നോക്കൂ. ഇതിലും വലിയ മനുഷ്യരെ, ഇതിലും വലിയ സാഹോദര്യത്തിൻ്റെ പാഠത്തെ ലോകത്തിന് ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് ലഭിക്കുക? മദീനയുടെ പാഠങ്ങൾ നമ്മൾ അറിയുന്നതാണ്. അഭയാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വലിയ വലിയ ചർച്ചകൾ ലോകത്ത് നടക്കുകയാണ്. കുടിയിറക്കപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച വേദനകൾ ലോകം ചർച്ച ചെയ്യുകയാണ്. ഇടശ്ശേരി എന്ന വലിയ കവിയുടെ വരികൾ, കുടിയിറക്കം എന്ന ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏതു ദേശക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതിലെന്തുണ്ട് ആർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ അതിർത്തികൾ, നാം ഒച്ചവെക്കുന്ന ഈ അതിർത്തികൾക്കൊക്കെ അപ്പുറം മുള്ളുവേലികൾ പൂക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എവിടവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ടിപ്പാരിടത്തിൽ. എവിടെയൊക്കെയാണ് ബുൾഡോസർ രാജുകൾ കയറിയിറങ്ങുന്നത്, അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കുക ഒന്നിവരുടെ രാഷ്ട്രത്തിൻ്റെ അതിർവരകൾ എന്ന് വർത്തമാനകാലത്തിൻ്റെ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ എടുത്തുയർത്തുകയാണ്. NV കൃഷ്ണവാര്യർ എന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയുടെ വാക്കുകൾ കൂടി നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങെൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം,
വീഴുവതെൻ്റെ പുറത്താകുന്നു. ലോകത്തെവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ കൈകളിൽ ചങ്ങല വീഴുമ്പോൾ എൻ്റെ കൈകളാണ് നോവുന്നത്. എവിടെയാണ് മർദ്ദനം, അവിടെ പ്രഹരം വീഴുന്നത് എൻ്റെ പുറത്താണ് എന്ന് ചിന്തിക്കാനുള്ള സാഹോദര്യത്തിൻ്റെ പാഠങ്ങളാണ് ഇവിടെയുള്ള മനീഷികളായ മഹാമനീഷികളായ സാഹിത്യകാരന്മാർ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. തുർക്കി കടൽ തീരത്ത് മണൽ മുഖം പൂഴ്ത്തി ഐലാൻ കുർദി എന്ന 3 വയസ്സുകാരൻ മരിച്ചു കിടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. 2015 സെപ്റ്റംബറിലായിരുന്നു അത്. അവരുടെ കുടുംബം 12 പേരുടെ മയ്യത്ത് ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന സമയത്ത് ആ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ നിലൂഫർ ഡെമിറിൻ്റെ ക്യാമറ ആ ഐലൻ കുർദിയുടെ ചിത്രം ലോകത്തോട് പങ്കുവെച്ചപ്പോൾ ലോകം മുഴുവനും കരുണയെപ്പറ്റി, സാഹോദര്യത്തെപ്പറ്റി, കുടിയിറക്കപ്പെടുന്ന മനുഷ്യരെപ്പറ്റി വീണ്ടും ആലോചിക്കുകയായിരുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും മേഘങ്ങളാൽ മറയ്ക്കപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള വലിയ സന്ദേശമായിരുന്നു അന്ന് ലോകത്തിന് ലഭിച്ചത്. മനുഷ്യരെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കുമെന്ന് മാനവ ഹൃദയത്തെപ്പറ്റി ഒരു കവി പാടുന്നുണ്ട്. ഇതാ ഒരു താരകം, നമുക്ക് വിദ്വേഷത്തിൻ്റെ രാവ് മറക്കാം. ഇതാ ഒരു പുതുമഴ, ജീവിതം മുഴുവനും മനുഷ്യർക്കു വേണ്ടി നിൽക്കൂ എന്ന് 1000 ശിഷ്യഗണങ്ങളോട്, അനുയായികളോട് പഠിപ്പിച്ച അരുൾ, അൻപ്, കൃപ ഇതാ കേരളത്തെ വന്ന് കാണുകയാണ്. ജീവിതഗന്ധിയായ സാഹിത്യത്തിലൂടെ നമുക്ക് ലോകത്തിന് പുതിയ മാതൃകകൾ കൊടുക്കാം. ഈ യാത്രയിലൂടെ മനുഷ്യത്വത്തിൻ്റെ കൂടുതൽ മികവുറ്റ ആദർശങ്ങളിലേക്ക്, ആലോചനകളിലേക്ക് നമുക്ക് കടക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹവും അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.